ഗഡീസ് എന്തിട്ട് പരിപാടി? നമ്മളിന്ന് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പരിപാടിയാണ് ഉണ്ടായിരുന്നത് നമ്മളെ ഷോപ്പിൻ്റെ ഭാഗമായിട്ടാട്ടാ. അപ്പോൾ പിന്നെ ഷോപ്പിൽ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ റെയിൻകോട്ട് ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ടാ. അപ്പോൾ നമ്മുടെ ചെക്കൻ നമ്മൾ വന്നിട്ട് ഒരു ബൈക്ക് ക്ലബ്ബ് അവൻ എല്ലായിടത്തേക്കും കൊണ്ടുപോകാറുണ്ട്. അതിൻ്റെ ഒരു വിഷമമാണ് അവൻ മോന്തം ഇങ്ങനെ കാണിക്കുന്നത്. കണ്ട ഇടയ്ക്ക് ഭാവം മാറ്റി പിടിക്കും, സങ്കടമാണ് മുഖത്തൊക്കെ വരുന്നത്, കണ്ണിന്നൊക്കെ ഇങ്ങോട്ട് വെള്ളം പൊഴിക്കണം. അവരുടെ സീരിയലൊക്കെ വിട്ടവൻ അമ്മാതിരി സാധനം പഠിക്കട്ടെ. അത് വിടാം. കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് വാതിലൊക്കെ അടച്ചിങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, മഴ അങ്ങോട്ട് പോയി, റെയിൻകോട്ട് ഇട്ട് വെറുതെ പോയി എന്നൊരു സംശയം. അതിൻ്റെ ഒരു വിഷമത്തിലുള്ള അലിഞ്ഞ ചിരിയാണ് എൻ്റെ മോന്താൻ ഇപ്പം നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് ഷോപ്പിൽ പോയി സാധനങ്ങൾ മേടിച്ചു. പൈപ്പും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ പുട്ടണ്ടൊക്കെ മേടിക്കുന്നത്, പുട്ടൻ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ കടയിലെത്തി നൈസായിട്ട് പണിയോടെ പാടായിട്ട് കുറച്ച് വെള്ളം കെട്ടിയിട്ടുണ്ടായി. എൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാക്കലാണല്ലോ. അപ്പോൾ എനിക്ക് ഇത്രയ്ക്ക് ചെറിയൊരു ചാലിൽ നിന്ന് നമ്മൾ വെള്ളം കോരി വലിയൊരു തടാകം ഉണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ കോരി തുടങ്ങിയത്. പക്ഷെ അത് വലുതായില്ല. അങ്ങനെ നമ്മൾ നൈസായിട്ട് ആ സാധനം അവിടെ ഇട്ടിട്ട് ഇവരുടെ പണി കാണാനായിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ പൈപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള പണിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഇനി ഇതിൻ്റെ ബാക്കി ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഷോപ്പ് തുറന്നിട്ടുള്ള ആട്ടാ ഇനി ഇതിൻ്റെ ബാക്കി. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തോളാം. ഓക്കെ, ബൈ.